നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SDPIക്കെതിരെ രൂക്ഷ വിമർശനവുമായി പൂഞ്ഞാറ് മുൻ MLA PC ജോർജ് 2016 പരസ്യമായാണ് SDPIയുടെ പിന്തുണ സ്വീകരിച്ചത് എന്നും എന്നാൽ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലായപ്പോൾ തള്ളിപ്പറയാൻ താൻ മടി കാണിച്ചിട്ടില്ല എന്നും PC ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചു. UDFനും LDFനും തന്റേടമുണ്ടെങ്കിൽ SDPIയുടെ പിന്തുണ വേണ്ടെന്ന് പരസ്യമായി പറയണമെന്നും PC ജോർജ് വെല്ലുവിളിച്ചു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: SDPI പിന്തുണ രാഷ്ട്രീയ പോരിന് ആയുധം. UDFന് SDPI പിന്തുണ പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് ആയുധമാക്കി എന്നും LDFും BJPയും രംഗത്തെത്തി. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: നിരോധിത മത തീവ്ര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പതിപ്പാണ് SDPI എന്നത് എല്ലാ മലയാളികൾക്കും അറിയുന്ന കാര്യമാണ്. ക്രിസ്ത്യാനിയോടും ഹിന്ദുവിനോടും അരിയും മലരും കുന്തിരിക്കവും വാങ്ങി കരുതിയിരിക്കാൻ ഭീഷണി മുഴക്കിയ തീവ്രവാദികൾ. അവർ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. 2 മണ്ഡലത്തിൽ LDFന് രഹസ്യ പിന്തുണയും. ഇങ്ങനെ ഒരു പരസ്യ പിന്തുണ ലഭിച്ചിട്ടും അതിനെ പരസ്യമായി സ്വീകരിക്കുവാനോ തള്ളിപ്പറയാനോ ആർജവമില്ലാതെ രഹസ്യ കച്ചവടം നടത്തുകയാണ് UDF. കഴിഞ്ഞ നിയമസഭയിൽ 100 മണ്ഡലത്തിൽ പിന്തുണയും 40 മണ്ഡലങ്ങളിൽ UDF വോട്ട് ചിതറിക്കാൻ SDPI സ്ഥാനാർത്ഥിയെ നിർത്തി. അതിൽ 34 ജയിച്ച് LDFനും മൗനം. 2016 ഒറ്റയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഞാൻ പരസ്യമായി പറഞ്ഞു ഏത് ചെകുത്താന്റെയും പിന്തുണ സ്വീകരിക്കുമെന്ന്. ഉടനെ SDPI എന്നെ പിന്തുണച്ചു. ഞാൻ രാത്രിയിലോ തലയിൽ മുണ്ടുപുതച്ചോ ഒളിച്ചും പാത്തുമല്ല പിന്തുണ വാങ്ങിയത്. നക്ഷത്ര ചിഹ്നമുള്ള അവരുടെ രക്തഹരിത പതാക പരസ്യമായി കയ്യിലേന്തി തന്നെയാണ് പിന്തുണ സ്വീകരിച്ചത്. എന്നാൽ ഈ മതവെറിയന്മാരുടെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലായപ്പോൾ പരസ്യമായി തന്നെ ഇവരെ തള്ളിപ്പറയാനും ഞാൻ മടി കാണിച്ചില്ല. ഈ രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരു തീവ്രവാദിയുടെയും വോട്ട് വേണ്ട എന്നും ഞാൻ പറഞ്ഞത് പരസ്യമായി തന്നെ. അതും ഇവന്റെയൊക്കെ മൂക്കിന്റെ താഴെ ഈരാറ്റുപേട്ടയിൽ നിന്നുകൊണ്ട്. UDFനും LDFനും തന്റേടമുണ്ടെങ്കിൽ സിരകളിൽ ഓടുന്നത് കലർപ്പില്ലാത്ത രക്തമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മത തീവ്രവാദികളുടെ പിന്തുണ വേണ്ട എന്ന് പരസ്യമായി പറയണം. അല്ലെങ്കിൽ പിന്തുണ പരസ്യമായി സ്വീകരിച്ച നന്ദി പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം. ഇത് രണ്ടുമല്ലാതെ പകൽ അവരെ എതിർക്കുകയും രാത്രിയിൽ അവിഹിത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഇവരെക്കാൾ മാന്യതയും അന്തസ്സും ഈ അഭിസാരികൾക്ക് പോലും ഉണ്ട് എന്നാണ് PC ജോർജ് പറയുന്നത്. എന്തായാലും PC ജോർജിന്റെ മറുപടിയുമായി കോൺഗ്രസ് രംഗത്തെത്തുമോ എന്ന് കണ്ടറിയാം.